വിരഹാഗ്നി എപ്പിസോഡ് 29. രചന തഹസി, അവതരണം ലിൻസി. കഴിക്ക് യാമി, മെഡിസിൻ കഴിക്കേണ്ടതല്ലേ? ഇന്ദ്രൻ അതേ ഇരിപ്പിൽ പറഞ്ഞതും യാമി അവനെ തുറച്ചു നോക്കി. അവൾ അവനടുത്തേക്ക് ചെന്നു. എന്തിന്? യാമി ശബ്ദം താഴ്ത്തി ചോദിച്ചു. അവൾ തൊട്ടു മുന്നിലുണ്ടെന്ന് തോന്നി ഇന്ദ്രൻ കണ്ണു തുറന്ന് അവളെ നോക്കി. പറയ് ഇന്ദ്രേട്ടാ, എന്തിനാ ഞാൻ മെഡിസിൻ കഴിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ് കഴിക്കേണ്ടത്? ഒട്ടും പ്രതീക്ഷിക്കാതെ യാമിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. ദേഷ്യമോ സങ്കടമോ വാശിയോ അങ്ങനെ എന്തെല്ലാമോ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം. ഇന്ദ്രൻ മറുപടി പറയാതെ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. പറയ് ഇന്ദ്രേട്ടാ, ഈ മെഡിസിൻ കഴിച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആവുമോ? എനിക്ക് കുഞ്ഞുണ്ടാവുമോ? ഇന്ദ്രേട്ടൻ്റെ ജീവൻ്റെ തുടിപ്പ് എൻ്റെ ഉദരത്തിൽ വളരുമോ? അവൾ ഭ്രാന്തിയെപ്പോലെ ആ ടേബിളിലിരുന്ന മെഡിസിൻ സ്ട്രിപ്സ് വലിച്ചെടുത്തു. അവന് കാണിച്ചുകൊണ്ട് കിതപ്പോടെ കോപത്തോടെ ചോദിച്ചു. യാമി! ആ ഭാവമാറ്റം ഇന്ദ്രനൊരു പകപ്പോടെ ഉറക്കെ വിളിച്ചു. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ആ വിളി അവൾ കേട്ടില്ല. മനസ്സത്രമേൽ മരവിച്ചു പോയിരിക്കുന്നു. അവൾ ആ മെഡിസിൻ താഴേക്കിട്ടു. അവന് നേരെ തിരിഞ്ഞ ആ കോളറിൽ 2 കൈകൊണ്ട് പിടിച്ചുലച്ചു. ഇല്ല, ഉണ്ടാവില്ല. ഇന്ദ്രേട്ടൻ എന്നെ വേണ്ടൽ പിന്നെ എങ്ങനെയാ എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നേ? പറയ് ഇന്ദ്രേട്ടാ, എനിക്കൊരു കുഞ്ഞിനെ തരുമോ? യാമി പൊക്കോളാം, ഇന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമാവാതെ. പക്ഷേ ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അതിനുശേഷം പോകാൻ പറഞ്ഞാൽ ഞാൻ പൊക്കോളാം ഇന്ദ്രേട്ടാ. എനിക്കൊരു കുഞ്ഞിനെ താ. യാമി കരഞ്ഞ് ദേഷ്യവും വാശിയും എല്ലാം സങ്കടമായി പുറത്തേക്ക് ഒഴുകി. കോളറിൽ നിന്നും പിടിവിടാതെ ആ നെഞ്ചിലേക്ക് തന്നെ നെറ്റുമുട്ടിച്ചുകൊണ്ട് വാ വിട്ട് കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിനെയും നനച്ചുകൊണ്ട് അവൻ്റെ ദേഹമാകെ പൊള്ളിച്ചു പടർന്നൊഴുകി. ഇന്ദ്രൻ അവളുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ, ആവശ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിസ്സഹായനായി നിന്നു. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അടർത്തി മാറ്റാനോ അവൻ്റെ മനസ്സിനും ശരീരത്തിനും ശേഷിയില്ലാതെ അവിടെ തടഞ്ഞു നിന്നു. തുറന്നിട്ട ബാൽക്കണി ഡോറിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് അരിച്ചെത്തിയതും ആദ്യം കണ്ണു തുറന്ന ഇന്ദ്രനാണ്. രാത്രിയിൽ എപ്പോഴോ എങ്ങനെ ഉറങ്ങിയതെന്ന് പോലും അറിയില്ല. അവൻ ആ ഇരുത്തത്തിൽ നിന്നൊന്ന് ഉയർന്നിരുന്നു. ചുറ്റിലും നോക്കി. താഴെ ആ സോഫയിൽ തന്നെ ചാരിയാണ് അവൻ ഇരിക്കുന്നത്. അവൻ്റെ കാലിനരികിലായി യാമിയും വെറും നിലത്ത് കിടക്കുന്നുണ്ട്. ആ തണുപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവൾ ഇന്ദ്രന് സ്വയം വെറുപ്പ് തോന്നി. എന്ത് മഹാപാപം ചെയ്തിട്ട ഈശ്വര ഇങ്ങനെ ഒരു വിധി തന്നത്? ഒന്നും അറിയാത്ത ഈ പാവത്തിനെ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചത് എന്തിനായിരുന്നു? ഈ മഹാപാപി അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കില്ലായിരുന്നു അവൾ. ഇന്ദ്രൻ സ്വയം ശപിച്ചുകൊണ്ട് തന്നോട് തന്നെ ചോദിച്ചു. അവൻ ഇരുന്നിടത്ത് നിന്നും പതിയെ എഴുന്നേറ്റു. ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തു. അവൻ എഴുന്നേറ്റത് അറിഞ്ഞെന്ന പോലെ യാമിയും ഉണർന്നു. അവിടെ തന്നെ കിടന്നുകൊണ്ട് അവനെ നോക്കി. യാമി ബെഡിൽ പോയി കിടക്ക്. അവളെ നോക്കിയില്ലെങ്കിൽ കൂടിയും ആ നോട്ടം അവൻ അറിഞ്ഞു. ഇന്ദ്രൻ ടേബിളിൽ ഇന്നലെ കൊണ്ടുവച്ച ഫുഡൊക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു. യാമി ആ സോഫയിൽ തലവെച്ച് കണ്ണുകൾ അടച്ചു. യാമി, നമുക്ക് പോയേക്കാം ഇന്ദ്രേട്ടാ. അവൻ എന്തോ പറയാൻ വന്നതും യാമി ഇടയിൽ പറഞ്ഞു. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കി. പോവാം, എനിക്ക് ഒരിടം വരെ പോകണം, വന്നിട്ട് പോവാം. അറിയാത്ത ഒരു നമ്പറിൽ നിന്നും വന്നു കിടക്കുന്ന മെസ്സേജും ആ ലൊക്കേഷനും ഒന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അവൾക്ക് മറുപടി കൊടുത്തു. ഫോണിലെ ലൊക്കേഷനിലേക്ക് ഇന്ദ്രൻ്റെ കാർ പാഞ്ഞുകൊണ്ടിരുന്നു. അവിടെ അടുക്കും തോറും അവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു. വാൽമീകം. ഇന്ദ്രൻ്റെ കാർ ഒരിക്കൽ കൂടി ആ തുറന്നിട്ട ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇനിയും വിട്ടുമാറാത്ത സംശയത്തോടെ അവൻ കാറിൽ നിന്നിറങ്ങി ചുറ്റിലും നോക്കി. അന്ന് ആദ്യമായി ഇവിടെ വന്നതും അതിനുശേഷം സംഭവിച്ചതും അവനേറെ പ്രിയപ്പെട്ടവളുടെ ഓർമ്മകളും ഒന്നൊന്നായി അവനുള്ളിലേക്ക് ഇരമ്പിയെത്തി. വേദു സാർ ഇപ്പോൾ വരും, അങ്ങോട്ടിരുന്നോളൂ. ഇന്ദ്രനെ കണ്ടത് സത്യേട്ടൻ ഓടി വന്നു. പുറത്തെ ഓപ്പൺ സ്പേസിലേക്ക് കൈ കാണിച്ചു. ഇന്ദ്രൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. മുമ്പ് ഇവിടെ വന്നപ്പോൾ യാമിക്കൊപ്പം ചിലവഴിച്ച ഇടം. അവനൊന്ന് കണ്ണുകൾ അടച്ചു തുറന്നു. വേദ് വരുന്നതും കാത്തുനിന്നു. അധികം നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും സത്യേട്ടനൊപ്പം വേദ് അവിടേക്ക് എത്തിയിരുന്നു. ഗേറ്റ് കടന്ന് അയാൾക്കൊപ്പം വരുന്നവനെ ഇന്ദ്രൻ അടിമുടി ഒന്ന് നോക്കി. നല്ല ഉയരവും അതിനൊത്ത ശരീരവുമുള്ള വെൽ ഡ്രസ്ഡായ ഒരുവൻ. മുഖമാകെ ഗൗരവം തിങ്ങി നിൽക്കുന്ന അവൻ്റെ നടപ്പിലും എടുപ്പിലും തന്നെ കാണാം ആ തറവാട്ട് മഹിമ. വിശ്വവേദ് വർമ്മ. ഇന്ദ്രനടുത്തെത്തിയതേ അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവിടെ മുഴങ്ങി. ഇന്ദ്രജിത്ത് ശ്രീധർ. അവനിൽ നിന്ന് മിഴികൾ മാറ്റാതെ തന്നെ ഇന്ദ്രൻ അവന് നേരെ ഷെയ്ഖ് ഹാൻഡിനായി കൈനീട്ടി. വേദും തിരികെ ഒട്ടും താല്പര്യമില്ലാതെ കൈ കൊടുത്തു. മിസ്റ്റർ ഇന്ദ്രജിത്ത്, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? വേദ് ഒരു പരിഹാസം നിറഞ്ഞ ചിരിയോടെ ആ കൈ വിടുവിച്ചുകൊണ്ട് ഗൗരവത്തോടെ തിരക്കി. അത് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണല്ലോ ഇത്രയും തിരക്കുള്ള അഡ്വക്കേറ്റ് വിശ്വവേദ് വർമ്മ ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവൻ്റെ പുച്ഛത്തെ പാടെ അവഗണിച്ചുകൊണ്ട് പുഞ്ചിരിയോടെയുള്ള ഇന്ദ്രൻ്റെ മറുപടി. വേദിൻ്റെ നോട്ടം ഒന്ന് കടുത്തു. അറിയാതെ അവൻ്റെ മുഷ്ടി ചുരുണ്ടു. എത്രയൊക്കെ സംയമനം പാലിച്ചിട്ടും എന്തിനൊക്കെയോ ആരോടൊക്കെയുള്ള ദേഷ്യം അവനിൽ നിറഞ്ഞു പൊന്തി. മാഡം, 11 AM ഇവിടുത്തെ ചെക്കൗട്ട് ടൈം. ഇപ്പോൾ 12:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് റൂം ക്ലീൻ ചെയ്യണമായിരുന്നു. റൂം ബോയ് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ഭവ്യതയോടെ പറഞ്ഞു. യാമി എന്തു മറുപടി പറയുമെന്നറിയാതെ അയാളെ പരിഭ്രമത്തോടെ നോക്കി.
ആരെയോ കാണാനെന്ന് പറഞ്ഞു പോയവൻ ഇത്രയും നേരമായിട്ടും തിരികെ വന്നിട്ടില്ല. വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. തിരികെ പോകാനായി റെഡിയായി നിന്നതാണ് അവളും. ഹസ്ബൻഡ് പുറത്തു പോയിട്ട് എത്തിയിട്ടില്ല. യാമിയുടെ ശബ്ദം വല്ലാതെ നേർന്നുപോയി. സങ്കടമോ ഭയമോ എന്നൊന്നും അറിയില്ല. ഈ അറിയാത്ത നാട്ടിൽ, അറിയാത്ത ഒരിടത്ത് ഒറ്റയ്ക്കായതുപോലെ. മാഡം എങ്കിൽ ലോബിയിൽ വെയിറ്റ് ചെയ്തോളൂ. ഞങ്ങൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. വേറെ ഗസ്റ്റ് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് റൂം റെഡിയാക്കിയിടണം. അവളുടെ മുഖത്തെ പേടിയും വെപ്രാളവും കണ്ട് അയാൾ അലിവോടെ പറഞ്ഞു. യാമി തലയിളക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. ട്രോളിയും ഹാൻഡ് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പതിയെ ഫ്രണ്ട് ലോബിയിലേക്ക് നടന്നു. ബാഗ് സൈഡിലേക്ക് വെച്ച് അവൾ ആ സെറ്റിയിലേക്ക് ഇരുന്നു. ഫോൺ എടുത്ത് ഒരിക്കൽ കൂടി ഇന്ദ്രനെ വിളിച്ചു നോക്കി. ഇല്ല, എടുക്കുന്നില്ല. അവൾക്കൊപ്പം വന്ന റൂം പോയി അവളെ ചൂണ്ടിക്കാണിച്ച് റിസപ്ഷനിൽ ഇരിക്കുന്നവരോട് എന്തോ പറഞ്ഞ് അവിടുന്ന് തിരികെ പോയി. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ അവർ തമ്മിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. ഹണിമൂണിന് വന്നൊന്നും അല്ല എന്ന്. അവർ തമ്മിൽ അടക്കം പറഞ്ഞുകൊണ്ട് യാമിയെ സഹതാപത്തോടെ നോക്കി. യാമി വീണ്ടും വീണ്ടും അവൻ്റെ നമ്പറിലേക്ക് ട്രൈ ചെയ്ത് നോക്കി. ബെല്ലടിക്കുന്നല്ലാതെ കോൾ എടുക്കുന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. ഏട്ടനെ വിളിച്ചാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു. അവനെത്താൻ വൈകുന്തോറും അവളുടെ ഭയവും ഇരട്ടിച്ചു. ആ AC-യുടെ തണുപ്പിലും അവൾ വല്ലാതെ വിയർത്തുകൊണ്ടിരുന്നു. അവിടുത്തെ ജോലിക്കാരുടെയും റിസപ്ഷനിലുള്ളവരുടെ നോട്ടവും വരുന്നവരുടെയും പോകുന്നവരുടെയും കണ്ണുകളും അവളിലേക്കായി. അവിടെ ഇരിക്കാൻ തന്നെ യാമിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി പോകാനും വയ്യ. മാഡം, ടാക്സി എങ്ങാനും അറേഞ്ച് ചെയ്ത് തരണോ? മാനേജർ എന്ന് തോന്നിക്കുന്ന ഒരാൾ റിസപ്ഷനിസ്റ്റ് വിളിച്ചറിയിച്ചത് പ്രകാരം അവൾക്കടുത്തേക്ക് വന്ന് തിരക്കി. യാമി മുഖമുയർത്തി അയാളെ നോക്കി. വേണ്ട, ഇന്ദ്രേട്ടൻ വരും. വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് അവൾ ഇടർച്ചയോടെ പറഞ്ഞു. ജ്യൂസ് വേണോ? മാഡം, അപ്പുറത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് കഴിക്കാമായിരുന്നല്ലോ. അവളുടെ പേടിച്ചുള്ള ഭാവം കണ്ട് അയാൾക്കും വല്ലായ്മ തോന്നി. വേണ്ട. അതിനും അവൾ തല വിലങ്ങനെ ആട്ടി. ഹസ്ബൻഡിൻ്റെ നമ്പർ തന്നേക്ക്, ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. അയാൾ നമ്പർ വാങ്ങി അവിടുന്ന് നീങ്ങി നിന്നു. അതിലേക്ക് ഡയൽ ചെയ്തു. 1-2 തവണ വിളിച്ചിട്ടും എടുക്കാതെ കണ്ടതും അയാൾ തിരികെ വന്നു. എടുക്കുന്നില്ല മാം. എവിടെ പോകുന്നെന്നോ മറ്റോ പറഞ്ഞിരുന്നോ? ഇവിടെ വേറെ റിലേറ്റീവ്സോ മറ്റോ ഉണ്ടോ? അയാൾ വീണ്ടും തിരക്കി. ഇല്ല. ഓക്കെ, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പോലീസിലെങ്ങാനും കംപ്ലൈൻറ്റ് ചെയ്യണോ? വേണ്ട, ഇന്ദ്രേട്ടൻ വരും. ഒന്ന് വിക്കിയെങ്കിലും. യാമിയുടെ വാക്കുകൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നു. അയാൾ അവളെ നോക്കി ഒന്ന് തലയിളക്കി വന്ന വഴിയെ പുറത്തേക്ക് പോയി. അവൾ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു. നിസ്സഹായത കൊണ്ടോ ഭയം കൊണ്ടോ അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദം അവൾക്ക് തന്നെ കേൾക്കുന്ന പോലെ. സമയം പോലും അവളെ പഴിച്ചുകൊണ്ട് ഇഴിഞ്ഞു നീണ്ടുപോയി. ഇന്ദ്രേട്ടൻ ആരുടെ അടുത്തേക്കാവും പോയത്? ഇവിടെ ആരാ ഉള്ളത് ഇന്ദ്രേട്ടന് കാണാൻ? അതോ മനഃപൂർവ്വം ഇവിടെ ഇട്ടുപോയതാണോ? ഇല്ലില്ല. ചിന്തകൾ ഒന്നിനു പിന്നാലെ ഒന്നായി അവളെ ചുറ്റി വരിഞ്ഞു. ഓർക്കുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൗരി എവിടെ? ഇന്ദ്രൻ വേദിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തിരക്കി. ആ ചോദ്യത്തിൽ വേദിൻ്റെ ചുണ്ടൊന്ന് കോടി. ഗൗരി അപ്പുറത്തുണ്ട്. വേദ് നിസ്സാരമായി ആ മതിലിനപ്പുറത്തേക്ക് കൈ ചൂണ്ടി. എനിക്ക് അവളെ ഒന്ന് കാണണം. എന്തിനെന്ന് വിശ്വവേദനെ അറിയിക്കണമെന്ന് നിർബന്ധമാണോ? അവൻ്റെ ചോദ്യം ചെയ്യൽ ഇന്ദ്രന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ വാത്മീകത്തിനകത്തുള്ള ആരെയും കാണാൻ പറ്റില്ല മിസ്റ്റർ ഇന്ദ്രജിത്ത്. വേദ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൾ വാത്മീകത്തിൽ എത്തുന്നതിന് മുന്നേ മേലേടത്തായിരുന്നു. ആ ഒരു പരിചയം മതിയല്ലോ എനിക്ക് കാണാൻ. മേലേടത്ത് എന്ത് പോസ്റ്റായിരുന്നു ഗൗരിക്ക്? സെർവൻ്റല്ലേ? ഇത്രയും ദൂരം വന്ന് അങ്ങനെ ഒരു അടുക്കളക്കാരിയെ കാണേണ്ട ആവശ്യം എന്താണ് മേലേടത്ത് ഇന്ദ്രന്? വേദ് അവന് മുന്നിൽ കൈ പിണച്ചു കെട്ടി നിന്ന് പരിഹാസത്തോടെ തിരക്കി. ആ പരിഹാസം ഇന്ദ്രൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടു. ഇന്ദ്രൻ അവനെ ഒന്ന് നോക്കി. എന്തേ? ഇന്ദ്രജിത്തിന് മറുപടിയില്ലേ? വേറെ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾ തമ്മിലുണ്ടോ? അവൻ്റെ മറുപടി എന്താകുമെന്നറിയാൻ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായിരുന്നു വേദിന്. ഉണ്ട്, അവൾ അവിടെ സെർവൻ്റായിരുന്നു, നിഷേധിക്കുന്നില്ല. ബട്ട് എനിക്കവൾ എൻ്റെ ജീവനാണ്. മേലേടത്ത് ഇന്ദ്രൻ്റെ മനസ്സിനും ശരീരത്തിനും അവകാശിയായ ഒരേ ഒരുവൾ. അതിൽ കൂടുതൽ ആ ബന്ധത്തെ വെളിപ്പെടുത്താൻ എനിക്കറിയില്ല. ഇന്ദ്രൻ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു നിർത്തി. ഓ സീരിയസ്ലി? ദെൻ ഹൂ ഈസ് യാമിക ഇന്ദ്രജിത്ത്? ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ സ്റ്റിയറിങ്ങിൽ നിന്നും തലയുയർത്തി ചുറ്റിലും കണ്ണോടിച്ചു. അമ്പലത്തിലും പരിസരത്തും വഴിവിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ട്. നേരം ഏറെ ഇരുട്ടിയെന്ന് തോന്നിയതും അവൻ ഫോണെടുത്ത് നോക്കി. സമയം രാത്രി 8 ആകുന്നു. ഫോണിൽ ഒരുപാട് മിസ്ഡ് കോൾസ് ഉണ്ട്. യാമയുടേതും അറിയാത്ത നമ്പറിൽ നിന്നും മറ്റും. ഇന്ദ്രൻ കാർ റിവേഴ്സ് എടുത്തു. എങ്ങനെയാ എവിടേക്ക് എത്തിയതെന്ന് പോലും അറിയാത്ത അത്രയും വേഗതയിലാണ് വണ്ടി സമുദ്രയിലേക്ക് എത്തിയത്. അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവനെയും കാത്ത് വഴിക്കണ്ണുമായി ഇരുന്നവൾ പുറത്ത് അവനെ കണ്ടതേ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. കാറ്റുപോലെ ഓടിച്ച് അവനെ ഇറുകെ പുണർന്നു. ഇന്ദ്രേട്ടാ. അത്രയും നേരം അവൾ അനുഭവിച്ച വേദനയും സംഘർഷവും എല്ലാം ഒത്തുചേർന്ന് ഉള്ളുവിങ്ങി അവൾ വിളിച്ചു. സോറി. ഇന്ദ്രൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. യാമി അവനെ മുഖമുയർത്തി നോക്കി. കാറിലേക്ക് ചെന്നിരിക്കും, ഞാൻ സെറ്റിൽ ചെയ്തിട്ട് വരാം. യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഇന്ദ്രൻ സൗമ്യമായി പറഞ്ഞു. യാമി മറുപടി പറഞ്ഞില്ല. അവനിൽ നിന്നും നീങ്ങിയെങ്കിലും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവനൊപ്പം നിന്നു.
ഇന്ദ്രൻ പിന്നെ ഒന്നും പറയാതെ അകത്തേക്ക് കയറി. സോറി, ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫോൺ സൈലൻ്റ് ആയിരുന്നു. അവൻ ക്ഷമാപണത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ സാർ, നമുക്ക് വേറെ ഗസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടോ? റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി പുഞ്ചിരിയോടെ തിരക്കി. നോ, ബില്ല് തന്നേക്ക്. ഓക്കെ സാർ. മാം നല്ലോണം പേടിച്ചുപോയി. ആ പെൺകുട്ടി യാമിയെ നോക്കി കണ്ണ് കാണിച്ചു. അവന് നേരെ ബില്ല് നീട്ടി. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം പെട്ടെന്ന് തീർത്തുകൊണ്ട് അവൻ അവളെ കൂട്ടി പുറത്തേക്കിറങ്ങി. യാമി വല്ലതും കഴിച്ചായിരുന്നോ? പെട്ടെന്ന് ഓർത്ത പോലെ അവൻ തിരക്കി. അവൾ വിലങ്ങനെ തലയിളക്കി. എങ്കിൽ വാ, കഴിച്ചിട്ട് പോവാം. അവർ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. വാഷ് ഏരിയയിലേക്ക് അവൻ അവളെ കൂട്ടി നടന്നു. രണ്ടുപേരും ഒന്ന് കൈയും മുഖവും കഴുകി വന്നിരുന്നു. രാവിലെ എന്തോ നുള്ളിപ്പെറുക്കി കഴിച്ചതാണ് അവൾ. അതിനുള്ള ക്ഷീണവും കാണാനുണ്ട്. ഒരൊറ്റ പകൽ കൊണ്ട് അവൾ ആകെ മെലിഞ്ഞതുപോലെ. ഭക്ഷണം കഴിക്കാത്തതും സങ്കടവും ഭയവും ഒക്കെ ചേർന്ന് മുഖമാകെ വിളറി വെളുത്തുപോയിരിക്കുന്നു. ഇന്ദ്രൻ അവളെ തന്നെ നോക്കിയിരുന്നു. സർ, വെയിറ്റർ വന്ന് വിളിച്ചാണ് അവൻ അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത്. ബട്ടർ നാൻ, പനീർ ബട്ടർ മസാല. അവൻ ഓർഡർ ചെയ്തത് കേട്ടതും അത്രയും നേരം തല കുമ്പിട്ടിരുന്നവൾ ഞെട്ടലോടെ അതിലേറെ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അപ്പോൾ ഇന്ദ്രേട്ടൻ കഴിക്കുന്നില്ലേ? രണ്ടുപേർക്കും കൂടിയാണ് ഓർഡർ ചെയ്തത്. അതിന് ഇന്ദ്രേട്ടന് ഇഷ്ടമില്ലല്ലോ. ഉള്ളിൽ ഇങ്ങനെ സന്തോഷം നൊരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൾ ചോദിച്ചുപോയി. അവൾക്കേറെ ഇഷ്ടപ്പെട്ടതാണേലും അവൻ എപ്പോഴും ഞാനിൻ്റെ കൂടെ നോൺ വെജ് മാത്രമേ കഴിക്കലുള്ളൂ. ഇതിപ്പോൾ എന്തു പറ്റിയെന്ന് ചിന്തിക്കാതിരുന്നില്ല അവൾ. ഇടയ്ക്കൊക്കെ ഇഷ്ടങ്ങൾ മാറ്റി നോക്കുന്നതും നല്ലതല്ലേ? അറിയാത്ത രുചിയായതിനാലാകും ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്. ഇന്ദ്രൻ എങ്ങോ നോക്കി പറഞ്ഞു. യാമി പക്ഷെ അവൻ എന്താ പറഞ്ഞതെന്നോ ഉദ്ദേശിച്ചതെന്നോ അതിൻ്റെ പൊരുൾ എന്തെന്നോ ഒന്നും ചെയ്യാൻ നിന്നില്ല. അവനൊന്ന് പരിഗണിച്ചതിൽ അവൾക്ക് വന്ന മാറ്റം നോക്കിക്കാണുകയായിരുന്നു അവനും. അത്രയും നേരം അവൾ അനുഭവിച്ച വിഷമങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയി. ആ കണ്ണുകളും മുഖവും ഒരുപോലെ തിളങ്ങി. മുന്നിൽ കൊണ്ടുവച്ച ഫുഡ് അവൾ ആവേശത്തോടെ അവന് വിളമ്പിയതിന് ശേഷമാണ് അവൾക്ക് കഴിക്കാനുള്ളത് എടുത്തതുപോലും. അതുവരെ കഴിച്ചിട്ടില്ലാത്ത അത്രയും രുചിയോടെ അവൾ ആഹാരം കഴിച്ചു തീർത്തു. ഇന്ദ്രനും പ്രയാസപ്പെട്ടുകൊണ്ട് എങ്ങനെയോ കഴിച്ചെഴുന്നേറ്റു. തിരികെയുള്ള യാത്രയിൽ ഉടനീളം അവളിൽ പഴയ ഉന്മേഷവും പ്രസരിപ്പും എല്ലാം തിരികെ വന്നു. വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ദ്രനെല്ലാം മൂളിക്കേട്ടു. പരിഭവത്തോടെ ഇന്നത്തെ ദിവസം നടന്നതെല്ലാം അവൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. അവൾ പറയുന്നത് ഓരോന്നും അവൻ്റെ ഉള്ളിൽ മുള്ളുപോലെ തറച്ചു കയറി. ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഇന്ദ്രൻ്റെ കാർ ആ വലിയ പടിക്കെട്ട് കടന്നകത്തേക്ക് കയറി. സംസാരിച്ച് യാമി എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. അവൻ തലചരിച്ച് അവളെ നോക്കി. പിന്നെ ശ്വാസം ഒന്ന് ഊതി വിട്ടുകൊണ്ട് ഇന്ദ്രൻ അവളുടെ തോളിൽ പതിയെ കൈവച്ചു. യാമി, എഴുന്നേൽക്ക്. 1-2 തവണ വിളിച്ചോടെ യാമി കണ്ണൊന്ന് ചിമ്മി തുറന്ന് നേരെയിരുന്നു. പുറത്തേക്ക് മിഴികൾ പായിച്ചു. എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം ഒന്നും വേണ്ടി വന്നില്ല അവൾക്ക്. യാമി ഒരു ഞെട്ടലോടെ അവനെ തലചരിച്ചു നോക്കി. 1000 ചോദ്യം ഒളിപ്പിച്ചു വച്ചുള്ള നോട്ടം. ഇന്ദ്രേട്ടാ, ഇതെന്താ ഇവിടെ? കാറ്റുപോലെ വല്ലാതെ നേർന്നുപോയി അവളുടെ ശബ്ദം. അതിനുള്ളിലെ സങ്കടം, ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞ് അവിടെ വേദന നിറയുന്നത് ഇന്ദ്രൻ വ്യക്തമായി കണ്ടു. തുടരും.